രണ്ട് ജീവനക്കാർ ഇപ്പോഴും കപ്പലിലുണ്ട്. 18 പേർ കടലിൽ ചാടി എന്ന വിവരമാണ് സഹിനായിട്ട് നൽകുന്നത്. സഹിൻ, വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാകുന്നുണ്ടോ? എന്താണത്? സനീഷ്, നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇത് ചൈനീസ് കപ്പൽ എന്നായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇത് സിംഗപ്പൂർ ഫ്ലാഗുള്ള കപ്പൽ തന്നെയാണ്. അതിൻ്റെ പേര് MV വാൻഹായ് 503 എന്നുള്ളതാണ്. സനീഷ് നേരത്തെ ഇത് കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. 40 പേർ ഈ കപ്പലിലുണ്ടായിരുന്നു ജീവനക്കാരായിട്ടോ. 18 പേർ കടലിലേക്ക് ചാടിയിരിക്കുകയാണ്. 22 പേരാണ് കപ്പലിൽ അവശേഷിക്കുന്നത്. ഇതിൽ തന്നെ ഏതാനും ചില ആളുകൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട്. ഇന്ന് 10:30 കൊച്ചി നാവികസേന ആസ്ഥാനത്തേക്കും ഒപ്പം തന്നെ നമ്മളുടെ കോസ്റ്റ് ഗാർഡിനും ഇത് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നത്. മുംബൈയിലേക്കായിരുന്നു ഈ കപ്പൽ പോയിരുന്നത്. കൊളംബോയിൽ നിന്നും കഴിഞ്ഞ 7-ാം തീയതിയായിരുന്നു കപ്പൽ പുറപ്പെട്ടത്. നാളെ മുംബൈയിൽ എത്തേണ്ട കപ്പലായിരുന്നു. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ വെച്ച് 50 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഈ കപ്പലിന് തീപിടുത്തമുണ്ടായതാണ്. 10:30 വിവരം ലഭിച്ചു. ഇതോടുകൂടി 11 മണിയോടുകൂടി INS സൂറത്ത് കടലിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഈ കപ്പലിന് സമീപത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ ഡോണിയർ വിമാനങ്ങൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഈ കപ്പലുകൾ INS സൂറത്ത് അടക്കമുള്ള കപ്പലുകൾ അങ്ങോട്ടേക്ക് ഉടൻ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സനീഷ്, ഇതുവരെയും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. നമ്മളുടെ ഇന്ത്യൻ നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും എല്ലാ കപ്പലുകളും ഡോണിയർ വിമാനങ്ങളും അങ്ങോട്ടേക്ക് എത്തിയാൽ അവർ വലിയ പരിചയ സമ്പത്തുള്ള ആളുകളാണ്. നമ്മൾക്കറിയാം, കഴിഞ്ഞ തവണ ഒരു കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിൽ നിന്നും ജീവനക്കാരെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ അവർക്കൊരു പോറൽ പോലും ഇല്ലാതെ അവരെയൊക്കെ രക്ഷപ്പെടുത്തി നമ്മുടെ തീരത്തെത്തിക്കാൻ നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്കും കോസ്റ്റ് ഗാർഡിനും കഴിഞ്ഞിരുന്നു. എന്നാൽ എന്നാൽ കപ്പലിനെ രക്ഷിക്കാൻ, കപ്പല് പൂർവ്വസ്ഥിതിയിലാക്കാൻ കഴിഞ്ഞില്ല. കപ്പൽ പൂർണ്ണമായി മുങ്ങിപ്പോയിരുന്നു. ഇവിടെ തീപിടുത്തം, ശക്തമായൊരു തീപിടുത്തമാണ് ഈ കപ്പലിന് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ കപ്പലാണ്, മദർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം പൂർണ്ണമായും അണച്ചില്ലെങ്കിൽ ഈ കപ്പലും താഴ്ന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. സനീഷ്, അതാണ് വലിയ അതിവേഗത്തിൽ രക്ഷാ നടപടികൾ ചെയ്തില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന സാഹചര്യമുണ്ട്. എന്തായാലും അതിനുള്ള സംവിധാനങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നമ്മുടെ നാവികസേനയും കോസ്റ്റ് ഗാർഡും അടക്കമുള്ളവ സംവിധാനങ്ങൾ. ഡോണിയർ വിമാനങ്ങളും പുറപ്പെട്ടിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈ വാൻഹായ് 503 എന്ന കപ്പലാണിത്. കണ്ടെയ്നർ ഷിപ്പാണ്. 2005 20 വർഷം 2005 നിർമ്മിക്കപ്പെട്ട കപ്പലാണിത്. 20 years ഓൾഡ് എന്നാണ് കാണുന്നത്. ഏതായാലും ആ ഷിപ്പാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. നമ്മളെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ ട്രാക്കിലൂടെ, ആ റെഡ് ലൈൻ കാണുന്നതാണ് അതിൻ്റെ ട്രാക്ക്, പോകേണ്ടിയിരുന്ന ട്രാക്ക്, പോയിക്കൊണ്ടിരുന്ന ട്രാക്ക്. അവിടെ വെച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത്. നമ്മുടെ തീരത്തിനടുത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതാണ് അതിൻ്റെ കാര്യം. കോസ്റ്റ് ഗാർഡ് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം എത്തുമെന്നാണ് അറിയുന്നത്. INS സൂററ്റും ഉടൻ സ്ഥലത്തേക്ക് എത്തും. ഈ വാർത്താ വിവരം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഉണർന്ന് പ്രവർത്തിച്ച് അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ശരത്ലാൽ പറഞ്ഞ പ്രകാരമാണെങ്കിൽ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ എത്താൻ 1.5 മണിക്കൂറെങ്കിലും എടുക്കും എന്നാണ്. പക്ഷേ അതിനു മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ അവിടെ സജീവമായിട്ട് നടത്താനാകുമെന്ന പ്രതീക്ഷയാണുള്ളത്. ചില ജീവനക്കാർ തീപ്പൊള്ളലേറ്റ് തുടർന്നാണെന്ന് പറയുന്നു. കടലിലേക്ക് ചാടിയിട്ടുണ്ടെന്ന വിവരം അദ്ദേഹം സഹിൻ ആൻ്റണി നൽകുന്നുണ്ട്. ബേപ്പൂർ തീരത്ത് നിന്ന് 45 നോട്ടിക്കൽ മൈൽ ദൂരെയാണ് അപകടമുണ്ടായിട്ടുള്ളത്. അപകട സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡ് പുറപ്പെട്ടിട്ടുണ്ട്. 2005 നിർമ്മിച്ച കപ്പലിന് 20 വർഷം പഴക്കം മാത്രമേ ഉള്ളൂ.